നമസ്കാരം, ഞാൻ റാണി ചാറ്റർജി. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ ഒരു പുതിയ കഥയുമായി. ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയാറുണ്ട്. ജയയും റീത്തയും സഹോദരങ്ങളായിരുന്നിട്ട് കൂടി വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. ജയയ്ക്ക് തന്റെ ചേച്ചിയെ സഹായിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റീത്ത അവളുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതം കണ്ട് അസൂയപ്പെട്ട് അത് നശിപ്പിക്കാൻ നോക്കി. ജയയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അവളുടെ സന്തോഷങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവളുടെ സ്വന്തം ചേച്ചിയാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചേച്ചി, അകത്തേക്ക് കേറി വാ. എന്താ അവിടെ നിൽക്കുന്നേ? വാ. ഇത് ചേച്ചിയുടെ സ്വന്തം വീട് പോലെ കരുതിക്കോ. ഐ എം സോ സോറി ജയ. നിനക്ക് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ? ചേച്ചി എന്തിനു സോറി പറയുന്നേ? ചേച്ചി നല്ല വിഷമത്തിലാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതാ ചേച്ചിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് കരുതി. ചേച്ചിക്കൊരു ആശ്വാസമാവുമല്ലോ. എനിക്കറിയാം ചേച്ചി, അയാള് ചേച്ചിയെ ചതിച്ചപ്പോ മുതല് ചേച്ചി തകർന്നു പോയെന്ന്. പോട്ടെ, അതൊക്കെ വിട്ടുകളാ, നമുക്ക് അടിച്ചു പൊളിക്കാം. വിരാട്, റീത്ത ചേച്ചി, ചേച്ചിയെ പരിചയമുണ്ടല്ലോ അല്ലേ? സുഖമാണോ? ആ, സുഖാണ്. ഞാൻ ഇറങ്ങുകയാണേ. വരാൻ കുറച്ച് വൈകും. കമ്പനി കുറച്ച് ട്രാൻസ്പോർട്ടിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് രാത്രി വളരെ ലേറ്റ് ആകും ഞാൻ വരാൻ. ടേക്ക് കെയർ. ബൈ. ചേച്ചി, ചേച്ചി വാ. ഐ എം സോ സോറി ജയ. നിനക്ക് ഞാൻ കാരണം അന്ന് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിക്കേണ്ടി വന്നു അല്ലേ? ചേച്ചി എന്തിനാ സോറി പറയുന്നേ? ഇൻഫാക്ട് ഞാൻ ചേച്ചിയോട് താങ്ക്സ് പറയേണ്ടതാ. വിരാട് നല്ല മനുഷ്യനാ. വിരാടിനെ പോലെ ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിച്ച് നടന്നാലും എനിക്ക് കിട്ടില്ലായിരുന്നു തോന്നുന്നു. എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഹീസ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്. ഞാനിങ്ങോട്ട് വന്നതുകൊണ്ട് വിരാടിന് ദേഷ്യം വന്നു കാണോ? ദേഷ്യം ഒരിക്കലും ഇല്ല. ഇൻഫാക്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാൻ വിരാട് തന്നെ പറഞ്ഞ ചേച്ചി ആ ജയേഷിനെ പറ്റി മറന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി. പിന്നെ വിരാടിന് ഒരിക്കലും ദേഷ്യം വരാറില്ല. സ്നേഹിക്കാനേ അറിയൂ. മഹാറാണി അപ്പൊ ജീവിതം ആഘോഷിക്കുവാണല്ലേ? അന്ന് ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഇന്ന് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേനെ. പക്ഷേ ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. എനിക്കുള്ള സ്ഥാനം ഞാൻ നേടിയെടുത്തോളാം. വിരാട്, താങ്ക് യു സോ മച്ച് എനിക്ക് ജോലി വാങ്ങി തന്നേന്. അല്ലെങ്കിൽ ഞാനിവിടെ ബോറടിച്ചിരിക്കേണ്ടി വന്നേനെ. ഇപ്പൊ ഒട്ടും ബോറടിയില്ല. താങ്ക് യു പറയേണ്ട ആവശ്യം ഒന്നുമില്ല. കമ്പനിക്ക് ഒരു ഡാറ്റ ഓപ്പറേറ്ററിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി താങ്കൾ ആ ജോലി ചെയ്യുമെന്ന്. പക്ഷെ ഇന്ന് രാത്രി ആ ജോലി തീർത്തിരിക്കണം. ആ ശരി. ചേച്ചി, അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ജോലി തീർക്കാനുണ്ടല്ലോ. ഈ ജോലി വളരെ ഇമ്പോർട്ടന്റാ. അതുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയി അവിടെ വെച്ച് ചെയ്താൽ മതി. വിരാട്, പോയി വരാൻ തന്നെ എനിക്ക് 5-6 മണിക്കൂർ എടുക്കും. പോകുന്ന വഴിക്ക് ഇന്റർനെറ്റും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ചെയ്യാനാ? എനിക്ക് ജോലി പറ്റില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യേ, ചേച്ചി ഇവിടെ തന്നെ നിന്നോ. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. ചേച്ചി ജോലി തീർത്തിട്ട് വന്നാ മതി. ഓക്കെ? ഓക്കെ, നീ നോക്കിക്കോളൂല്ലോ അല്ലേ? ഞാൻ നോക്കിക്കോളാം ചേച്ചി, ഡോണ്ട് വെറി. ശരി. ഓക്കെ, ബൈ. അതിനെന്താ, ഞാൻ കഴുകി വെച്ചോളാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? കൊള്ളാം. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം വല്ലോ ആണോ? അന്ന് ഞാൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഭാര്യ ആകേണ്ടതല്ലേ? ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടതായിരുന്നില്ലേ?
പക്ഷേ ഞാൻ കാരണം ജയക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. പോട്ടെ, അതൊന്നും ഒരു കാര്യമില്ല. അതിങ്ങതാ ഞാൻ കഴുകി വെക്കാം. വിരാട്, വിരാട്, ആ ഒന്ന് കിച്ചണിലേക്ക് വന്നേ. വിരാട്, ഒന്ന് വേഗം വന്നേ. എന്നെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യ്. വിരാട്, എന്റെ മുഖത്തുനിന്ന് ഈ മുടി ഒന്ന് മാറ്റിത്തരൂ. ഒരുപക്ഷെ അന്ന് ഞാൻ നിന്നെ വിട്ടു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഭാര്യയായിരുന്നേനെ. ഞാൻ നിനക്ക് ജയേക്കാൾ കൂടുതൽ സുഖം തന്നേനെ. നിനക്ക് വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. ചേടാ, എന്തെങ്കിലും ഒന്ന് പറ. ഈ ഒരു അവസരം ഇനി എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. അന്ന് നീ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി. ഇന്ന് നീ എനിക്കുള്ളതാ. അയ്യോ, ഇത് എന്തായി കാണിക്കുന്നത്? എന്താ എന്താ ഇത്ര തിടുക്കം? നീ പറഞ്ഞത് ശരിയാ. എങ്ങനെ നോക്കിയാലും അവളെക്കാളും മിടുക്കി നീ തന്നെയാ. അതിപ്പോ മനസ്സിലായില്ലേ? ധാരപ്പ ഈ സമയത്ത് നോക്കിട്ട് വാ. ജയ വന്നിരിക്കുന്നു. ആ ആ, പോയി വാതിൽ തുറക്ക്. നീ ചെന്ന് വാതിൽ തുറക്ക്. ആ, നീ തുറക്ക്. നിന്റെ ഭാര്യയല്ലേ? എന്താ ചെയ്യാ? നീ 2 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞേ. ആ, പക്ഷെ അച്ഛൻ എന്നോട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ ഒരു അസുഖവും ഇല്ല, എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അത് നന്നായി. ഇതെന്താ നിങ്ങളുടെ കഴുത്തിലൊരു പാട്? പാടൊന്നുമില്ലല്ലോ. ഉണ്ട്. ഏയ് ഇല്ലെന്നേ. ആ, അതാണോ സോസ് വീണതാ അവന്റെ കഴുത്തില്? സോസോ? ആ, അത് പിന്നെ വിരാട് എങ്ങനെ കഴിക്കുന്നതെന്ന് നിനക്കറിയാലോ. ആ, റീത്ത പറഞ്ഞ ശരിയാ. ഞാനത് അറിഞ്ഞതേ ഇല്ല. ഓഫീസ് വർക്കിൽ കുറച്ച് ബിസിയായിരുന്നു. ഇതിപ്പോ ഈ പാടെപ്പോഴാ വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ റീത്ത, എന്നോട് ക്ഷമിക്കണം. ജയേഷോ? ചേച്ചി, ജയേഷ് ഇതിന് ഇങ്ങോട്ട് വന്നേ. ഞാൻ മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്റെ കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാൻ നിന്നെ ഉപേക്ഷിച്ചത്. പക്ഷെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല റീത്ത. അതുകൊണ്ടാണ് ഞാൻ എന്റെ കുടുംബക്കാരെ ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് ഓടി വന്ന. എടോ, എനിക്ക് തന്നോട് ഒന്നും പറയാനില്ല. ഇറങ്ങിപ്പോയിടുന്ന്. ഇല്ല റീത്ത, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം റീത്ത. പ്ലീസ് എന്നോട് ക്ഷമിക്ക് റീത്ത. നീ കല്യാണത്തിന് സമ്മതിക്ക്. അയാൾക്ക് തെറ്റുപറ്റിയെന്ന് അയാൾക്ക് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. കല്യാണത്തിന് തയ്യാറാകുകയും വേണം. അതെ ചേച്ചി, അത് തന്നെയാ നല്ലത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കാനുള്ളതാ. അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ വേണേൽ അവിടെ താമസിച്ചോ. അത് ശരി.
അപ്പൊ ഞാൻ ജയേഷിനെ ഇപ്പൊ കല്യാണം കഴിച്ച ജയയുടെ മനസ്സിലുള്ള സംശയം മാറും. എനിക്ക് വിരാടിനൊപ്പം തന്നെ താമസിക്കാനും പറ്റും. അത് കൊള്ളാം. ശരി, നിങ്ങളുടെ തെറ്റു മനസ്സിലാക്കി അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മാറി റീത്ത. നിനക്കിപ്പോ അറിയില്ല എനിക്ക് എന്തോരം സന്തോഷമുണ്ടെന്നുള്ളത്. ഞങ്ങൾക്കും അതെ. താങ്ക് യു. എനിക്കിപ്പോ എന്തോരം സന്തോഷമുണ്ടെന്ന് നിനക്കറിയില്ല റീത്ത. എനിക്കറിയാം. വിരാട് നമ്മൾ ഒരുപാട് സഹായിച്ചു അല്ലേ? ആ അയാളൊരു നല്ല മനുഷ്യനാണ്. ആ അതെ. ആ പിന്നെ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം മുതൽ തന്നെ നീ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ എൻ്റെ വീട്ടുകാര് നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതിരുന്നത്. ഇനി അവർക്കത് മനസ്സിലായിക്കോളും. ഇനി നമ്മുടെ ആദ്യരാത്രിക്കുള്ള സമയം. ആ, ഇന്ന് വേണ്ട. ഇന്ന് ഞാൻ നല്ല ടയർഡാ. നാളെ. ഓക്കെ ബേബി, ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയാൾ ആ പാല് മുഴുവനും കുടിച്ചോ? ആ ജയേഷ് നല്ല ഉറക്കോ. ഇനിയിപ്പോ നാളെ രാവിലെ എഴുന്നേക്കുള്ളൂ. ജയ എവിടെ? അവളെ ഞാൻ അപ്പുറത്തെ മുറി ഉറക്കി കിടത്തിയിട്ടുണ്ട്. എന്തു പറ്റി ചേട്ടാ? ചേട്ടനെന്താ വല്ലാത്ത ടെൻഷൻ പോലെ? ചേട്ടനെന്താ കാണണോന്ന് പറഞ്ഞേ? എന്തു പറയാനാ? ഇതൊക്കെ എങ്ങനെ പറയണ്ട? ഒന്നുമില്ലെങ്കിലും നിനക്ക് എൻ്റെ അനീതിയുടെ സ്ഥാനമല്ലേ? അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. ചേട്ടൻ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. ചേട്ടന്റെ വിഷമം എന്തായാലും എന്നോട് തുറന്നു പറ. ജയം, ഞാനും റീത്തയും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. ഞാനും അവളും തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏ? ചേട്ടാ, അത് ചിലപ്പോ ചേച്ചി പേടിച്ചിട്ടാണെങ്കിലോ? അല്ല ജയ, ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ റീത്തയുടെ അലമാരിയിൽ ഒരു ഫയൽ കണ്ടു. റീത്ത പ്രഗ്നന്റ് ആണ്. എന്ത്? അതെ, ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവള് പ്രഗ്നന്റ് ആണ് അത്രേ. അപ്പൊ അതിന്റെ അർത്ഥം പ്രഗ്നന്റോ? ചേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കെ, ഞാൻ ചേച്ചിയോടൊന്ന് സംസാരിക്കാം. വേണ്ട ജയ, ചിലപ്പോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്റെ മനസ്സിലുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ. വിരാടിനെ പോലെ ഒരു ഭർത്താവിന്റെ സുഖം അനുഭവിക്കണമെന്ന്. അതൊന്നും എന്റെ തലയിൽ എഴുതിയിട്ടില്ലായിരിക്കും. ചേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചേട്ടന്റെ ഒപ്പം ഞാനില്ലേ? ഇതാ നിങ്ങൾക്കുള്ള പാല്. എനിക്കിന്നിത് കുടിക്കാൻ തോന്നുന്നില്ല.
അതെന്താ ഇപ്പൊ പാല് കുടിക്കാൻ തോന്നാത്ത? ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ, കുടിക്ക്. പിന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യമൊക്കെ ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ ആര് നോക്കാനാ? അതെന്താണെന്നറിയോ, ഈ പാല് കുടിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. പാല് കുടിക്കാതിരിക്കാൻ കുട്ടികൾ പറയും പോലെ ഉണ്ട്. കുടിക്കങ്ങോട്ട്. ഞാൻ വാഷ്റൂമിലേക്ക് പോവാണ്. പോയി തിരികെ വരുമ്പോഴേക്കും ഇത് കാലിയായിരിക്കണം. ഓക്കെ? നിന്റെ ആ മണ്ടം കെട്ടിയവൻ ഇപ്പൊ എന്ത് ചെയ്യാ? എല്ലാ ദിവസത്തെയും പോലെ ഉറക്കു ഗുളികയും കഴിച്ചോണ്ട് ഇപ്പൊ കിടന്നുറങ്ങുമായിരിക്കും. ഈ പാതിരാത്രി ഒറ്റയ്ക്ക് വിട്ടത് എവിടെ പോയതായിരിക്കും? പോയി നോക്കാം. ഇതെന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങളിവിടെ എന്ത് ചെയ്യുവാ? നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നോ? അപ്പൊ എന്നെ ഉറക്കി കിടത്തിക്കൊണ്ട് ഇതായിരുന്നല്ലോ നിങ്ങളുടെ പരിപാടി. അതിനിപ്പോ എന്താ? എനിക്കിഷ്ടമുള്ള ആളുമായിട്ടല്ലേ എനിക്ക് ശരിക്കും ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ശരി. ആണം കെട്ടവളെ, നിനക്ക് നിന്റെ അനിയത്തെ കുറിച്ചൊന്നും ചിന്തിച്ചുകൂടായിരുന്നോ? എന്നെ അടിക്കാൻ തനിക്ക് എങ്ങനെയാണോ ധൈര്യം വന്നേ? എനിക്ക് എങ്ങനെ ധൈര്യം വന്നല്ലേ? എനിക്ക് എങ്ങനെ? എടോ താൻ എന്താണോ കാണിക്കുന്നേ? റീത്തേ, റീത്തേ. വിരാട്, ഇവക്ക് എന്താ പറ്റിയത്? അവളെ നീയാ കൊന്നത്. അല്ല, ഇതെല്ലാം നീ കാരണം സംഭവിച്ചേ. ചതിയിലൂടെ ഉണ്ടാക്കിയ ബന്ധങ്ങളിൽ ഒരിക്കലും ഒരു സുഖവും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവും താനും. റീത്ത അവളുടെ സഹോദരിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കളിച്ച കളിയിൽ പെട്ടുപോയത് അവസാനം റീത്ത തന്നെയായിരുന്നു. അവൾക്ക് അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. വിരാട്ടും റീത്തയും തമ്മിലുള്ള ബന്ധം മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ജയയും ജയേഷുമായിരുന്നു. നടന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റും. ആ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ നന്നാക്കാൻ എല്ലാവർക്കും സാധിക്കും. ഞാൻ റാണി നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കുന്നു. വൈകാതെ നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.